പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ബിരുദാനന്തര ബിരുദ തലത്തിലുള്ള നമ്മുടെ ദൈവശാസ്ത്ര പഠന കോഴ്സിലെ സങ്കീർത്തനങ്ങളെ ആധാരമാക്കിയുള്ള പാഠ്യഭാഗത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ മനസ്സിലാക്കുന്നത്. സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നാം പ്രധാനമായും ചർച്ച ചെയ്യുക സങ്കീർത്തനങ്ങളുടെ ക്രിസ്തു കേന്ദ്രീകൃത സ്വഭാവത്തെക്കുറിച്ചാണ്. സങ്കീർത്തനങ്ങൾ അവ ഇസ്രായേലിൻ്റെ ദൈവസ്തുതിപ്പുകളാണ്, ഇസ്രായേലിൻ്റെ മതാത്മകതയുടെ നെടുച്ഛേദമാണ് എന്നൊക്കെ നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞ കാര്യമാണ്. എന്നാൽ ഇതിനെ കേവലം പഴയ നിയമ കീർത്തനങ്ങളായിട്ട് മാത്രമല്ല, ഈ കീർത്തനങ്ങൾ അത്രയും ക്രിസ്തുവിലേക്ക് ചാഞ്ഞിരിക്കുന്ന കീർത്തനങ്ങൾ, ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി പാടപ്പെട്ട കീർത്തനങ്ങളാണ്. ക്രിസ്തുവിനെ പരോക്ഷമായി മുന്നിൽ കണ്ടുകൊണ്ട് എഴുതപ്പെടുന്ന കീർത്തനങ്ങളാണ് എന്ന് ഈ സങ്കീർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ സൂചന, ക്രിസ്തു കേന്ദ്രീകൃതമായ സങ്കീർത്തനം എന്ന് പറയാനുള്ള ഒന്നാമത്തെ സൂചന, മിശിഹായെക്കുറിച്ചുള്ള അനേകം സങ്കീർത്തനങ്ങൾ നമുക്ക് സങ്കീർത്തനങ്ങൾ പൂർണ്ണമായിട്ടുണ്ട്. അതുപോലെ സങ്കീർത്തനങ്ങൾക്കിടയിലെ പരാമർശങ്ങളുണ്ട്. മിശിഹ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ ഈശോ മിശിഹ എന്നുള്ള അർത്ഥത്തിലായിരിക്കണമെന്നില്ല സങ്കീർത്തകൻ അതിനെ അവതരിപ്പിക്കുക. സങ്കീർത്തകൻ അവതരിപ്പിക്കുന്നത് അഭിഷിക്തൻ, മെഷിഹ എന്ന പദമാണ്. അതായത് ദൈവത്തിൻ്റെ അഭിഷിക്തനായവനെ കുറിച്ചാണ് സങ്കീർത്തകൻ പറയുന്നത്. സങ്കീർത്തകൻ ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ ഉദ്ദേശിക്കുന്നത് രാജ്യം ഭരിക്കുന്ന രാജാവിനെ കുറിച്ചാണ്. അതല്ലെങ്കിൽ സങ്കീർത്തകൻ പ്രത്യക്ഷത്തിൽ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും പ്രധാന പുരോഹിതനെ കുറിച്ചാകാം. പക്ഷേ അത് ആത്യന്തികമായി മിശിഹായെ കുറിച്ചാണ് എന്ന് പിന്നീട് പുതിയ നിയമത്തിലെത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. ബൈബിൾ വ്യാഖ്യാനത്തിൻ്റെ തത്വങ്ങൾ പണ്ട് നമ്മൾ ബിരുദ തലത്തിൽ പഠിച്ചതാണ്. ബിബ്ലിക്കൽ ഹെർമന്യൂട്ടിക്സ് എന്ന ഒരു വിഷയം നമ്മൾ പഠിച്ചു. അതായത് ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രം. അത് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു അർത്ഥമുണ്ട്. അതായത് ബൈബിളിൻ്റെ പൂർണ്ണമായ അർത്ഥം, ഫുള്ളർ സെൻസ് എന്ന് പറയുന്ന ഒരർത്ഥം. അതായത് ഇത് എഴുതിയ ഗ്രന്ഥകാരന് ഒരുപക്ഷെ ഈ പ്രസ്താവനയുടെ പൂർണ്ണമായ അർത്ഥം അറിയാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ, അന്ന് നമ്മൾ പഠിച്ച ഉദാഹരണം തന്നെ ആലോചിക്കും. യേശയ്യാ പ്രവാചകൻ തൻ്റെ പ്രവചനത്തിൽ പറഞ്ഞു വെച്ചു, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും. ഈ ഒരു പ്രവചനം പറയുമ്പോൾ കന്യക ഗർഭം ധരിച്ചു, അത് ഹീബ്രു ബൈബിളിൽ യുവതി ഗർഭം ധരിച്ചു എന്നാണ്. അൽമ എന്നുള്ള പദമായിരുന്നുവെങ്കിൽ അത് സെപ്തുജിന്ത് ബൈബിൾ എത്തിയപ്പോഴത്തേക്കും യുവതി എന്നുള്ളത് കന്യക എന്ന് വിവർത്തനം ചെയ്യപ്പെട്ടു. പാർത്തേനോസ്, കന്യകയെ സൂചിപ്പിക്കുന്ന പദം അവിടെ കടന്നു വന്നു എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ യേശയ്യാ പ്രവാചകൻ ഇത് പറയുമ്പോൾ യേശയ്യായ്ക്ക് തനിക്ക് ശേഷം 700 കൊല്ലങ്ങൾക്ക് ശേഷം ജനിക്കാനിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് യേശയ്യാ പ്രവാചകൻ ഒരുപക്ഷെ അറിയാൻ പാടില്ല. യേശയ്യാ പ്രവചിക്കുന്നത് ഹെസക്കിയ രാജാവിന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചായിരിക്കും. ഹെസക്കിയായ്ക്ക് അടുത്ത കാലത്ത് വിവാഹത്തിലൂടെ ലഭിച്ച പുതുമണവാട്ടിയായിരിക്കാം അദ്ദേഹം യുവതിയെന്നും കന്യകയെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നു. അവൾ ഗർഭം ധരിച്ച് ജനിക്കുന്ന പുത്രൻ ഹെസക്കിയായ്ക്ക് അനുഗ്രഹമായി തീരും എന്നായിരിക്കാം പ്രത്യക്ഷത്തിൽ യേശയ്യാ പ്രവാചകൻ വിവക്ഷിക്കുക. പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ യഥാർത്ഥ രചയിതാവായ പരിശുദ്ധാത്മാവ് പ്രവാചകൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഉപരിയായൊരർത്ഥം ആ വാക്യങ്ങളിൽ ഒളിപ്പിച്ചിരുന്നു എന്നതാണ് സത്യം.
കന്യകയായ മറിയത്തിൽ നിന്ന് മിശിഹാ തമ്പുരാൻ ലോകരക്ഷകനായി ജനിച്ചപ്പോഴാണ് സമാധാനത്തിൻ്റെ രാജാവായി, നിത്യനായ ഭരണകർത്താവായി, ദാവീദിൻ്റെ സിംഹാസനത്തിൽ നിത്യം ഭരിക്കുന്നവനായി അവൻ വന്നപ്പോഴാണ് യെശയ്യാ പ്രവാചകന്റെ പ്രവചനത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം നമുക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞതുപോലെ സങ്കീർത്തനങ്ങളിൽ അഭിഷിക്തനെ കുറിച്ച് പറയപ്പെടുന്ന പദങ്ങളുടെ, വാക്യങ്ങളുടെ, പ്രസ്താവനകളുടെ ഒക്കെ ആത്യന്തികമായ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത് ക്രിസ്തു വന്നതിന് ശേഷമാണ്. ചുരുക്കി പറഞ്ഞാൽ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ പഴയ നിയമത്തെ വായിക്കുമ്പോൾ, വിശിഷ്യ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നാം അത്ഭുതപ്പെടും. ഓരോ സങ്കീർത്തനവും ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അവിടെ വ്യക്തമാകുന്ന സത്യമാണ്. ഏതാനും ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒന്നാമത്തെ തെളിവ് നമ്മൾ പറഞ്ഞത്, മിശിഹ, അഭിഷിക്തൻ എന്ന പദം സങ്കീർത്തനങ്ങളിലുടനീളം, 2-ാം സങ്കീർത്തനത്തിൽ ആദ്യമായി അത് ഉപയോഗിക്കുന്നുണ്ട്. തുടർന്ന് മുഴുവൻ സങ്കീർത്തനങ്ങളിലും ഇടകലർന്ന് ഈ അഭിഷിക്തൻ, മെഷിഹ എന്ന പദം ക്രിയാരൂപവും നാമരൂപവും നമ്മൾക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ദൈവം അഭിഷേകം ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ, ദൈവത്തിൻ്റെ അഭിഷിക്തൻ എന്നുള്ള അർത്ഥത്തിൽ ഒക്കെ ഈ പദം നമുക്ക് സങ്കീർത്തനങ്ങളിലുടനീളം കാണാൻ സാധിക്കും. രണ്ടാമതായി, പുതിയ നിയമത്തിൻ്റെ ഭാഷയിൽ ചിന്തിച്ചാൽ ദാവീദിനെ കുറിച്ച് പറയപ്പെട്ടത് യേശുവിൽ നിറവേറി എന്ന് സങ്കീർത്തകന്മാരെ ഉദ്ധരിക്കുമ്പോൾ പുതിയ നിയമം പറയുന്നുണ്ട്. ദാവീദിലൂടെ കർത്താവ് അരുളി ചെയ്തതുപോലെ യേശുവിൽ നിറവേറിയ ഒരു സത്യത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥകാരൻ, വിശിഷ്യ പുതിയ നിയമ ഗ്രന്ഥകാരന്മാർ പറയുന്നതാണ്, ദാവീദിനോട് ദൈവം പറഞ്ഞതുപോലെ യേശുവിൽ നിറവേറിയെന്ന്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ യോഹന്നാൻ 19:36 ഉദ്ധരിക്കുന്ന അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന ആ വാക്യം നമുക്കറിയാം. 34-ാം സങ്കീർത്തനത്തിൻ്റെ 20-ാമത്തെ വാചകമാണ്. അവൻ്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല. ഇത് ആരുടെ അസ്ഥിയെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് നമുക്കറിയാൻ പാടില്ല. അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല, അവയെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണെന്ന് നമുക്കറിഞ്ഞുകൂടും. നമുക്കറിയാം, പരോക്ഷമായിട്ടത് പുറപ്പാടിൽ പെസഹ കുഞ്ഞാടിൻ്റെ വിവരണത്തിൽ നിന്നുള്ള വാക്യമാണ്. പുറപ്പാട് 12-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാം. പെസഹ കുഞ്ഞാടിൻ്റെ എല്ല് പൊട്ടിക്കരുത്, ഒടിക്കരുത് എന്നൊരു നിബന്ധനയുണ്ട്. പക്ഷേ ഈ പെസഹ കുഞ്ഞാടിൻ്റെ എല്ല് ഒടിക്കുകയോ ഒടിക്കാതിരിക്കുകയോ ചെയ്യുന്നതിൽ എന്താണ് പ്രസക്തി എന്നും നമുക്ക് വ്യക്തമല്ല. പക്ഷേ പെസഹായിൽ പറഞ്ഞ ആ ഒരു നിർദ്ദേശം, അത് സങ്കീർത്തകൻ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ തെളിവായിട്ട് അതിനെ അവതരിപ്പിക്കുമ്പോൾ, കർത്താവിൻ്റെ അഭിഷിക്തൻ്റെ നേട്ടമായിട്ട് എല്ലുകൾ തകർക്കപ്പെടാത്ത അവസ്ഥ അവതരിപ്പിക്കുമ്പോൾ അതെന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഇപ്പോൾ നമുക്കറിയാം. കാരണം യോഹന്നാൻ 19-ാം അധ്യായം 36-ാമത്തെ തിരുവചനത്തിൽ നമ്മളത് വായിച്ചു. അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് അങ്ങനെ അന്വർത്ഥമായി. പടയാളികൾ ചെന്ന് അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ട 2 പേരുടെയും കണങ്കാലുകൾ തകർത്തു. എന്നാൽ അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ പണ്ടേ മരിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലായതുകൊണ്ട് അവൻ്റെ കണങ്കാലുകൾ തകർത്തില്ല. എന്നിട്ടാണ് സുവിശേഷകൻ ഈ സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് പറയുക, അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും ഭേദിക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് അങ്ങനെ അന്വർത്ഥമായി. നോക്കിയേ, അഭിഷിക്തനെ കുറിച്ച് പറഞ്ഞ, ദൈവത്തിൻ്റെ പരിരക്ഷ ലഭിക്കുന്ന ഒരുവനെ കുറിച്ച് പറഞ്ഞ ആ പ്രവചനം എവിടെയാണ് പൂർത്തീകരിച്ചത് എന്ന് ചോദിച്ചാൽ അത് ഈശോ മിശിഹായിലാണ് പൂർത്തീകരിച്ചത് എന്ന് നമുക്ക് വ്യക്തമാകും. മറ്റൊരു ഉദാഹരണം നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സങ്കീർത്തനം 9-ാം സങ്കീർത്തനത്തിൻ്റെ
8-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 9-ാം സങ്കീർത്തനം 8-ാം തിരുവചനത്തിൽ പറയുന്ന ഈ കാര്യം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം 31-ാം വാക്യത്തിലാണ് അതിൻ്റെ നിറവേറൽ നമ്മൾ കാണുക. അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു, അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു. അതായത് നടപടി ഗ്രന്ഥത്തിൽ നമ്മൾ അപ്പസ്തോലൻ്റെ പ്രബോധനത്തിലൂടെ ഈ വാചകം കേൾക്കും. വിജാതീയരെ സഭയിലേക്ക് സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ശ്ലീഹായുടെ പ്രബോധനത്തിലാണ് നമ്മളിത് കേൾക്കുക. അതായത് ദൈവം ലോകത്തെ നീതിയോടെ ഭരിക്കുന്നു. ആർക്കും ദൈവം ഒരു തിരിച്ചു വ്യത്യാസവും രക്ഷയുടെ കാര്യത്തിൽ നടത്തുന്നില്ല എന്ന് പറഞ്ഞത് സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാവുകയാണ്. കാരണം സങ്കീർത്തനം ഇസ്രായേലിൻ്റെ മാത്രം രക്ഷയെ വിഭാവനം ചെയ്യുന്ന സങ്കീർത്തനം ആത്മീയ ശൈലിയാണ് അവതരിപ്പിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ നടപടി ഗ്രന്ഥത്തിലെത്തുമ്പോൾ വിജാതീയരെയും കൂടി രക്ഷയുടെ അവകാശികളായി സ്വീകരിക്കാനുള്ള ജെറുസലേം കൗൺസിൽ തീരുമാനം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, സങ്കീർത്തകൻ പറഞ്ഞത് യേശുവിലൂടെ കൈവരുന്ന സാർവത്രിക രക്ഷയെക്കുറിച്ചായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. വീണ്ടും യുഗാന്ത്യത്തിലെ ദൈവഭരണത്തെക്കുറിച്ചുള്ള സങ്കീർത്തനങ്ങളുണ്ട്. 9-ാം സങ്കീർത്തനം 8-ാമത്തെ തിരുവചനം ശ്രദ്ധിച്ചാൽ നമുക്ക് വീണ്ടും അത് മനസ്സിലാവും. അതായത് ദൈവം ലോകത്തെ നീതിയോടെ ഭരിക്കുന്നു എന്നുള്ള യുഗാന്ത്യത്തിലെ ദൈവ സങ്കീർത്തനങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. വീണ്ടും ഈശോ മിശിഹാ തന്നെ ഈ സങ്കീർത്തനങ്ങളെ സ്വന്തം പ്രാർത്ഥനയായിട്ട് ഉരുവിടുന്നു എന്നുള്ളത് അത്ഭുതത്തോടെ നാം തിരിച്ചറിയണം. ഉദാഹരണം പറഞ്ഞാൽ അവിടുന്ന് കുരിശിൽ മരിക്കുമ്പോൾ നടത്തുന്ന പ്രാർത്ഥന, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? ഏൽ ഏൽ ലമാ സബക്താൻ, ഏലി ഏലി ലമാ സബക്താൻ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? ഈ വാക്യങ്ങൾ നമുക്കറിയാം. ഇവ 22-ാം സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭവാക്യങ്ങൾ. ഈശോ അത് ഉദ്ധരിക്കുമ്പോൾ സങ്കീർത്തനം ഉദ്ധരിക്കുകയാണ് എന്ന് പറഞ്ഞല്ല ഈശോയോ അല്ലെങ്കിൽ സുവിശേഷകനോ ആ വചനം അവതരിപ്പിക്കുക. യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നുയരുന്ന സഹനത്തിൻ്റെ തീവ്രതയെ തൊട്ടു നിൽക്കുന്ന നിമിഷങ്ങളിൽ അവൻ്റെ ഹൃദയസ്പന്ദനങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നത് ഈ സങ്കീർത്തന വാക്യങ്ങളാണ് എന്ന് നമ്മൾ അത്ഭുതത്തോടെ തിരിച്ചറിയുന്നു. സങ്കീർത്തനങ്ങൾ ആ തലത്തിലെത്തുമ്പോൾ കേവലം ഇസ്രായേലിൻ്റെ പ്രാർത്ഥനയായിട്ടല്ല, സങ്കീർത്തനങ്ങൾ ദൈവപുത്രൻ്റെ തിരുവചനങ്ങളായി രൂപാന്തരപ്പെടുന്നു എന്നുള്ളത് സങ്കീർത്തനങ്ങളുടെ മിശിഹാ കേന്ദ്രീകൃത സ്വഭാവത്തെ അല്ല എങ്കിൽ മറ്റെന്തിനെയാണ് വിശദമാക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വീണ്ടും സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. 31-ാം സങ്കീർത്തനം 5-ാമത്തെ തിരുവചനം. 31-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 5-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: കർത്താവേ, അങ്ങേ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് ആ സങ്കീർത്തനത്തിൽ പറയുക. അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഈ വാക്യം നമുക്ക് പരിചിതമാണ്, യേശുവിൻ്റെ വാക്കുകളാണ്. എവിടെയാണത് എന്ന് ചോദിച്ചാൽ ലൂക്കാ സുവിശേഷം 23-ാം അധ്യായം 46-ാമത്തെ തിരുവചനത്തിൽ ഈശോ മരിക്കുന്ന രംഗമാണിത്. പിതാവേ, അങ്ങേ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അനന്തരം അവിടുന്ന് തലചായ്ച്ച് മരിച്ചു എന്ന് സുവിശേഷകൻ പറയും. ഈശോ മരിക്കുമ്പോൾ ഉദ്ധരിച്ചത് സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിച്ചതല്ല. ആ സങ്കീർത്തന വാക്യം ഈശോയുടെ തിരുവചനമായി രൂപാന്തരപ്പെട്ടു. അതായത് ഒരു പഴയ നിയമവാക്യവും പുതിയ നിയമവാക്യവും തമ്മിലുള്ള അന്തരം യേശുവിൽ ഇല്ലാണ്ടായിത്തീരുക. ഈശോ സത്യത്തിൽ സങ്കീർത്തനം
സ്വന്തം തിരുവചനമാക്കി രൂപാന്തരപ്പെടുത്തി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഊഹിക്കാം, ഈ സങ്കീർത്തനങ്ങൾ ആത്യന്തികമായി ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ തിരുവചനങ്ങളായി മാറുന്നുവെന്ന്. അതായത് സങ്കീർത്തനങ്ങളിലുടനീളം നാം കാണുന്നത് യേശുമിശിഹ എന്ന ദൈവപുത്രനെയാണ് എന്ന സത്യം നമ്മൾ ആരും മറക്കാൻ പാടില്ലാത്ത സത്യമാണ്. രണ്ടാമത്തെ സങ്കീർത്തനം പിന്നീട് നമ്മൾ വിശദമായി പഠിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. രണ്ടാം സങ്കീർത്തനം അഭിഷിക്തനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന ആദ്യത്തെ സങ്കീർത്തനമാണ്. ഈ അഭിഷിക്തൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നും കർത്താവിൻ്റെ അഭിഷേകം സ്വീകരിച്ചവനാണെന്നും തിന്മയുടെ നുകങ്ങൾ ഒടിക്കാൻ വന്നവനാണ് എന്നും പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റാരെക്കുറിച്ച് അത് പറയാൻ പറ്റുക? അത് ദൈവപുത്രൻ. ഇന്ന് നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി. 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുക. തുടർന്ന് പറയുകയാണ്, ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അഭിഷിക്തനാണ്. വീണ്ടും പറയുന്നു, തിന്മയുടെ കോട്ടകൾ തകർക്കാൻ, ഇരുമ്പ് ദണ്ടുകൊണ്ട് തിന്മയെ അടിച്ചു തകർക്കാൻ നിന്നെ ദൈവം നിയോഗിച്ചു. ദൈവപുത്രൻ, അഭിഷിക്തൻ, അവൻ്റെ രക്ഷാകരമായ ഇടപെടലിലൂടെ അല്ലേ ആത്യന്തികമായി ഈ പ്രപഞ്ചത്തിൽ നന്മയുടെ പൂക്കാലം വരവായത് എന്ന് ചിന്തിച്ചു നോക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാകും ഈ രക്ഷാകര രഹസ്യത്തിൻ്റെ അർത്ഥവും പൊരുളും യേശുവിലാണ് സങ്കീർത്തകൻ പൂർത്തീകരിക്കുന്നത് എന്ന സത്യം. ഒരു സങ്കീർത്തനവും യേശുവിൽ നിന്ന് അകറ്റി നിർത്തി വ്യാഖ്യാനിച്ചാൽ അതിൻ്റെ പൂർണ്ണാർത്ഥം നമുക്ക് ഗ്രഹിക്കില്ല. എല്ലാ സങ്കീർത്തനങ്ങളും ആത്യന്തികമായി രക്ഷകനായ ദൈവപുത്രൻ്റെ സ്തുതിപ്പുകളായി രൂപാന്തരപ്പെടുന്നു എന്ന വലിയ യാഥാർത്ഥ്യം നമുക്ക് ഗ്രഹിക്കാനാകും. വീണ്ടും ഈ സങ്കീർത്തനങ്ങളെ നമ്മൾ മിശിഹായെക്കുറിച്ചുള്ള സങ്കീർത്തനങ്ങളാണ്. സങ്കീർത്തനങ്ങളുടെ വർഗീകരണത്തിൽ ശേഷിക്കുന്നത് അനുതാപ സങ്കീർത്തനങ്ങളും ആരാധനാക്രമ സങ്കീർത്തനങ്ങളും. അനുതാപ സങ്കീർത്തനങ്ങളിൽ ശേഷിക്കുന്നത് പൊതുവെ 8 സങ്കീർത്തനങ്ങളാണ്. കുംഭസാരത്തിന് ഒരുങ്ങാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ, പാപബോധം ലഭിക്കാൻ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന സങ്കീർത്തനങ്ങളാണ്. 6-ാമത്തെ സങ്കീർത്തനം, കർത്താവേ കോപത്തോടെ എന്നെ ശകാരിക്കരുതേ, കോപത്തോടെ എന്നെ ശിക്ഷിക്കരുതേ, അവിടുത്തെ കരുണയാർന്ന കണ്ണുകൾ കൊണ്ടെന്നെ നോക്കണമേ എന്ന് തുടങ്ങുന്ന സങ്കീർത്തനം. 32-ാം സങ്കീർത്തനത്തെ വിശുദ്ധ ആഗസ്തീനോസ് കുംഭസാരത്തിൻ്റെ സങ്കീർത്തനം എന്നാണ് വിശേഷിപ്പിക്കുക. അതായത് പുണ്യവാൻ പറയുന്നത് അത് കുംഭസാരിക്കുന്നവന് കിട്ടുന്ന വലിയ ദൈവാനുഗ്രഹത്തെക്കുറിച്ചാണ് അവിടെ പറയുക. ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ എൻ്റെ ശരീരം ശോഷിച്ചു. വേനൽക്കാലത്തെ ചൂടുകൊണ്ടെന്ന പോലെ ഞാൻ വരണ്ടുപോയി. രാവും പകലും ഞാൻ കണ്ണുനീര് കുടിച്ചു. എന്നാൽ എൻ്റെ പാപങ്ങൾ ഞാൻ കർത്താവിനോട് ഏറ്റുപറഞ്ഞു. എൻ്റെ അതിക്രമങ്ങൾ ഒന്നും ഞാൻ മറച്ചു വച്ചില്ല. അപ്പോൾ അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചു. അവിടുന്ന് രക്ഷ കൊണ്ടെന്നെ പൊതിഞ്ഞു. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതെന്നെ സ്പർശിക്കുകയില്ല എന്നിങ്ങനെ മനോഹരമായ 32-ാം സങ്കീർത്തനം അനുതാപത്തിൻ്റെ ഫലദായകത്വത്തെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു അനുതാപ സങ്കീർത്തനമാണ് 38-ാമത്തെ സങ്കീർത്തനം. 38-ാം സങ്കീർത്തനത്തിൽ അതുപോലെ 51-ാം സങ്കീർത്തനം നമുക്ക് വളരെയേറെ പരിചിതമായ സങ്കീർത്തനം. 38-ാം സങ്കീർത്തനം എന്ന കർത്താവേ അങ്ങയുടെ കോപത്തിൽ എന്നെ ശാസിക്കരുതേ, അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുത്. അങ്ങയുടെ അസ്ത്രങ്ങൾ എന്നിൽ തറഞ്ഞിരിക്കുന്നു, അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു. ഇങ്ങനെ അനുതാപത്തിൻ്റെ സങ്കടം പറയുന്നു. 51-ാം സങ്കീർത്തനമാണ് അനുതാപ കീർത്തനങ്ങളിലെ ഏറ്റവും ക്ലാസിക്കൽ സങ്കീർത്തനം എന്ന് അറിയപ്പെടുക. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ എന്ന് തുടങ്ങുന്ന സങ്കീർത്തനം. തുടർന്ന് 102-ാം സങ്കീർത്തനം, 130-ാം സങ്കീർത്തനം, അതുപോലെ 143-ാം സങ്കീർത്തനം
ഇങ്ങനെ 8 സങ്കീർത്തനങ്ങളാണ് അനുതാപ സങ്കീർത്തനങ്ങളായി അറിയപ്പെടുക. അനുതാപ സങ്കീർത്തനങ്ങളുടെ പ്രമേയം എന്ത് എന്ന് ചോദിച്ചാൽ അതിലെ ഒന്നാമത്തെ പ്രമേയം, അനുതാപ സങ്കീർത്തനങ്ങളുടെ ഒന്നാമത്തെ പ്രമേയം പാപം നാശകരമാണ്. പാപം ചെയ്ത ഒരു മനുഷ്യനും പൊടിയും തട്ടി അങ്ങ് എഴുന്നേറ്റ് പോകാൻ പറ്റും. പാപം നിന്റെ ഒപ്പമുണ്ട് എങ്കിൽ, നീ പാപത്തിൽ അകപ്പെട്ടു എങ്കിൽ, നീ തിന്മയുടെ ശക്തിക്ക് അടിമയായി തീർന്നു എങ്കിൽ അത് നിന്നെയും കൊണ്ടേ പോകും. അതായത് പാപത്തിൻ്റെ നാശം പാപത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. ഉപ്പ് തിന്നവന് പരവേശം ഉണ്ടാകുന്നത് ഉപ്പ് തിന്നതിൻ്റെ പേരിൽ ആരും ശിക്ഷ വിധിച്ചത് കൊണ്ടല്ല എന്ന് നമുക്കറിയാം, ഇല്ലേ? ആസിഡ് കുടിച്ചാ വാ പൊള്ളിപ്പോവും. ആസിഡ് കുടിച്ചു എന്നതിന് ആരും ശിക്ഷ വിധിച്ചതല്ല നിന്റെ വാ പൊള്ളണമെന്ന്, മറിച്ച് ആസിഡ് കുടിക്കുന്നവൻ്റെ വായ പൊള്ളും എന്നത് ആസിഡിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. വിഷം കഴിച്ചവൻ മരിക്കുന്നു. വിഷം കഴിച്ചവനെ ആരും പിന്നീട് ശിക്ഷിച്ചത് കൊണ്ടല്ല അവൻ മരിച്ചത്, വിഷത്തിൽ മരണം പതിയിരിക്കുന്നു. ഉപ്പിൽ പരവേശം എന്നതുപോലെ, ആസിഡിൽ പൊള്ളൽ എന്നതുപോലെ, വിഷത്തിൽ മരണമെന്നതുപോലെ എല്ലാ പാപത്തിലും നാശം, ദുരന്തം, തകർച്ച, പരാജയം പതിയിരിപ്പുണ്ട്. അതുകൊണ്ട് സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നത് ആ ഒരു വലിയ സത്യത്തെയാണ്. അല്ലയോ മനുഷ്യ, പാപത്തിന് അടിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ന്യായീകരണങ്ങളൊന്നുമില്ല, പിന്നെ നിനക്ക് രക്ഷപ്പെടുക സാധ്യവുമല്ല. രക്ഷപ്പെടണമെങ്കിൽ അതിനുള്ള ഒരേ ഒരു വഴി പാപത്തെ ഓർത്ത് അനുതപിച്ച് പാപത്തിൽ നിന്ന് നിന്നെ വീണ്ടും രക്ഷിക്കാൻ കഴിവുള്ള സർവേശ്വരൻ്റെ പക്കലേക്ക് തിരിയുക എന്നത് മാത്രമാണ്. പാപിയെ രക്ഷിക്കാൻ പിശാചിന് കഴിയില്ല. പാപത്തിൻ്റെ ഒരു ശക്തിക്കും പാപിയെ രക്ഷിക്കാനാവില്ല. പാപിയെ രക്ഷിക്കാൻ കഴിയുന്ന ഏക സത്യം, ഏക വ്യക്തി അത് ദൈവമാണ് എന്ന വലിയ ഏറ്റുപറച്ചിലാണ് സത്യത്തിൽ ഈ അനുതാപ കീർത്തനങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുക. ഈ അനുതാപം എന്ന് പറയുന്നതിനകത്ത് 5 സത്യങ്ങൾ ഈ സങ്കീർത്തനങ്ങൾ അവതരിപ്പിക്കുന്നു. ഒന്ന്, ദൈവത്തിൽ വിശ്വസിക്കണം. വിശ്വാസമില്ലാത്തവന് അനുതപിക്കാനാവില്ല. ദൈവത്തെ അവിശ്വസിക്കുന്നവൻ നാശത്തിലെ ചെന്ന് എത്തുകയുള്ളൂ. യൂദാസ് ഈശോ മിശിഹായിൽ അവസാന നിമിഷവും വിശ്വസിക്കാൻ അവന് കഴിഞ്ഞില്ല. അവൻ സ്വന്തം വഴി തിരഞ്ഞെടുക്കേണ്ടി വന്നത് നാശകാരണമായി തീർന്നു എന്ന് നമുക്കറിയാം. ദാവീദ് പക്ഷെ അനുതപിച്ചു. ദൈവമേ എന്ന് വിളിച്ച് തമ്പുരാൻ്റെ പക്കലേക്ക് അവൻ വിശ്വാസത്തോടെ തിരിഞ്ഞു. എൻ്റെ കർത്താവ് എന്നോട് കരുണ കാണിക്കുമെന്ന വലിയ പ്രത്യാശയോടെയാണ് അവൻ തിരിഞ്ഞു. വിശ്വാസം അത് രണ്ടാമത്തെ പടിയിലേക്ക് നീങ്ങുമ്പോൾ പ്രത്യാശയാകുന്നു. എൻ്റെ ദൈവം എന്നെ കൈവെടിയില്ല. എൻ്റെ പാപം എത്ര വലുതായിക്കോട്ടെ, രക്താംബരം പോലെ ചുവന്നതാകട്ടെ എൻ്റെ പാപങ്ങൾ, എൻ്റെ കർത്താവ്